ട്രാവൽ ടാഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ക്ലേറ്റസ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂറോപ്യന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു. അതായത് പോർച്ചുഗീസുകാരും അതിനുശേഷം ഡച്ചുകാരും ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവരുടെ കുറേ നിർമ്മിതികൾ, കുറേ പൈതൃക സ്മാരകങ്ങളൊക്കെ കൂടി ഉണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. കൊച്ചിയുടെ ചരിത്രം ആദ്യം നോക്കാം. കൊച്ചി ഉണ്ടാകുന്നതിന് മുമ്പ് മുസിരീസ് ആയിരുന്നു ആ ഭാഗത്തെ പ്രധാന വാണിജ്യ കേന്ദ്രം. എന്നാൽ 1341 ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും മുസിരീസ് നശിച്ചു പോവുകയും തുടർന്ന് കൊച്ചിയിരിക്കുന്ന ഒരു കരഭാഗം ഉയർന്നു വരികയും ചെയ്തെന്നാണ് പറയുന്നത്. ആ ഭാഗം ഏറ്റവും മികച്ച ഒരു പ്രകൃതിദത്ത തുറമുഖമായി മാറി. അവിടെ അറബികളും അതുപോലെ പണ്ടുകാലത്ത് ചൈനക്കാരൊക്കെ വന്നിരുന്നു. പിന്നീട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്നു. 1498 വാസ്കോ ഡ ഗാമ മലബാർ തീരത്തെത്തി. അതിനുശേഷം കബ്രാളും എത്തി. അങ്ങനെ കൊച്ചി രാജാക്കന്മാരുമായിട്ട് സൗഹൃദത്തിലായ വാസ്കോ ഡ ഗാമ കൂട്ടരും 1503 കൊച്ചി രാജാവിൻ്റെ അനുമതിയോടെ കൊച്ചിയിലൊരു ഫോർട്ട്, ഒരു കോട്ട ഉണ്ടാക്കി. അതിന് അന്നത്തെ രാജാവായിരുന്ന പോർച്ചുഗീസ് രാജാവായിരുന്ന ഇമ്മാനുവലിൻ്റെ പേരിട്ടു, ഫോർട്ട് ഇമ്മാനുവൽ. അതോടെ കൊച്ചിക്ക് ഫോർട്ട് കൊച്ചി എന്ന പേരും കിട്ടി. തുടർന്ന് അവരുടെ പോർച്ചുഗീസുകാർ വീടുകളും പള്ളികളും മറ്റു കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചു. പിന്നീട് ഏകദേശം 1663 ഡച്ചുകാരെത്തി. പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് ഡച്ച് അധികാരം വന്നു. അവർ ഇന്നത്തെ കൊച്ചിയിലെ രൂപം ഏകദേശമൊക്കെ സ്ഥാപിച്ചത് ഡച്ചുകാരുടെ കാലഘട്ടത്തിലാണ്. അന്ന് അതൊരു വലിയൊരു വാണിജ്യ കേന്ദ്രവും സൈനിക കേന്ദ്രവും സാംസ്കാരിക കേന്ദ്രമൊക്കെ ആയിട്ട്, കപ്പൽ നിർമ്മാണ കേന്ദ്രമൊക്കെ ആയിട്ട് കൊച്ചി മാറി. അതിനുശേഷം വന്നിട്ടുള്ളവരാണ് ബ്രിട്ടീഷുകാർ. 1795 അവർ കൊച്ചിയിലെത്തുന്നത്. തേയില കച്ചവടം, സ്പൈസസിൻ്റെയും ഒക്കെ വ്യാപാരമായിട്ട് കൊച്ചി വളർന്നു. ഇവിടുത്തെ പല ബംഗ്ലാവുകളൊക്കെ അക്കാലത്ത് ഇന്ത്യൻ യൂറോപ്യൻ വാസ്തുവിദ്യയുടെ ശൈലികളിലെ അക്കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഫോർട്ട് കൊച്ചിയുടെ പ്രധാന കേന്ദ്രബിന്ദുവാണ് വാസ്കോ ഡ ഗാമ സ്ക്വയർ. ആ സ്ക്വയറിന് അടുത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പോകാൻ പോകുന്ന ബാസ്റ്റ്യൻ ബംഗ്ലാവ്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട 1663 ഡച്ചുകാർ തകർത്തു. ഡച്ചുകാർ ആ സ്ഥാനത്ത് ഒരു കോട്ട പണിതു. ആ കോട്ടയുടെ സ്ട്രൂംബെർഗ് ബാസ്റ്റ്യൻ നിലനിന്നിരുന്ന സ്ഥലത്താണ് ഈ ബംഗ്ലാവ് പണിതത്. ബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കോട്ടയുടെ ലംബമായിട്ടുള്ള എടുപ്പ്, അല്ലെങ്കിൽ കൊത്തളം എന്നൊക്കെ പറയാം, ഒരു ഉയർന്ന വാച്ച് ടവർ. ആ ബാസ്റ്റ്യനിൽ നിർമ്മിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇതിന് ബാസ്റ്റ്യൻ ബംഗ്ലാവ് എന്ന പേര് വന്നത്. ഡച്ച് അധികാരകാലത്ത് സൈനികശേഷിയുടെ സ്ഥിരകേന്ദ്രമായിരുന്നു ഈ ബംഗ്ലാവ്. 2005 സർക്കാർ ഏറ്റെടുത്തൊരു മ്യൂസിയം 2016 മ്യൂസിയമാക്കി മാറ്റി. അപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇത് ഡച്ചുകാരുടെ കാലത്തുള്ളായിരുന്ന അടുക്കളയുടെ മാതൃകയാണ്. അവർ അന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ മ്യൂസിയം കണ്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് സബ് കളക്ടറുടെ ബംഗ്ലാവായിരുന്നു. പിന്നീടാണ് മ്യൂസിയമാക്കി മാറ്റിയത്. ഇത് ബംഗ്ലാവിൻ്റെ പിൻഭാഗമാണ്. അതിൻ്റെ റൗണ്ട് ഷേപ്പ് ശ്രദ്ധിച്ചറിയാം. പഴയ ബാസ്റ്റിൻ്റെ ഷേപ്പിലാണ് അത് പണിതിട്ടുള്ളത്. കടലിലേക്ക് നല്ലൊരു കാഴ്ച കിട്ടും ഇവിടെ നോക്കി കഴിഞ്ഞാൽ. ഇവിടെ ഒരു പീരങ്കി കാണാം. ഈ കാണുന്നത് കടലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കടലിൽ നിന്ന് വല്ല ശത്രുക്കളുടെ കപ്പലുകൾ വല്ലതൊക്കെ വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. കടലിനെ അഭിമുഖമായിട്ടാണ് പീരങ്കിയൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു റാമ്പ് കാണാം. ഇതിലൂടെ താഴേക്ക് നമുക്ക് ഇറങ്ങാം. താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കരിങ്കല്ല് കൊണ്ടുള്ള ശില്പങ്ങളൊക്കെ കാണാം. മ്യൂസിയം ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഡീറ്റെയിൽസുള്ള ഉദ്ഘാടനത്തിന് സ്ഥാപിച്ചിട്ടുള്ള ഫലകമാണിത്. ഈ ബാസ്റ്റ്യൻ ബംഗ്ലാവിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് ടവർ ഹൗസ്. ബ്രിട്ടീഷ് ഡച്ച് നിർമ്മാണ ശൈലിയിൽ പണിതിട്ടുള്ളതാണ്. പണ്ട് കെട്ടിടത്തിന് സമീപം ഒരു ടവർ ഉണ്ടായിരുന്നാണ് പറയുന്നത്. അകലെ നിന്ന് വരുന്ന കപ്പലുകൾക്ക് കൊച്ചി തുറമുഖം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടികൾ ഉയർത്തിയിരുന്നു അത്രേ.
ഈ ടവറിൻ്റെ അടുത്ത കെട്ടിടമായതുകൊണ്ട് ഇതിന് ടവർ ഹൗസ് എന്ന പേരും വന്നു. തൊട്ടടുത്ത് തന്നെയാണ് കൊച്ചിയിലെ ഓൾഡ് ഹാർബർ ഹോട്ടൽ. കൊച്ചിയിലെ ഏറ്റവും പഴയ ഹോട്ടലാണിത്. തൊട്ടടുത്ത് മെറൂൺ കളറിലുള്ള ഈ 3 നില കെട്ടിടമാണ് കൊടാർ ഹൗസ്. ജൂത വ്യാപാരികളായിരുന്ന കൊടാർ കുടുംബത്തിൻ്റെയാണ് ഈ വീട്. പരദേശി ജൂതന്മാരായിരുന്ന ഇവർ ഇറാഖിൽ നിന്ന് വന്നിട്ടുള്ളവരാണെന്നാണ് കരുതുന്നത്. 1926 ജൂലൈ 1 രജിസ്റ്റർ ചെയ്ത കൊടാറിൻ്റെ കൊച്ചിൻ ഇലക്ട്രിക് കമ്പനി 1935 മുതൽ 1979 വരെ കൊച്ചിയിൽ വൈദ്യുതി വിതരണം നടത്തിയിരുന്നു. തൊട്ടു പിന്നിലുള്ള കെട്ടിടം ഇവരുടെ ഗസ്റ്റ് ഹൗസായിട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങോട്ട് സഞ്ചരിക്കാൻ വേണ്ടി ഒരു പാലം ഇപ്പോൾ കാണാവുന്നതാണ്. തൊട്ടടുത്ത് തന്നെയാണ് ക്ലബ് ഹൗസ്. ടവർ റോഡിലൂടെ തന്നെ കുറച്ചുകൂടി നടന്നാൽ ഡെൽറ്റ സ്റ്റഡിയിലെത്താം. 1808 ബ്രിട്ടീഷുകാർ ഒരു ഗോഡൗൺ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണിത്. ഇപ്പോൾ ഇതൊരു ഹൈസ്കൂളായിട്ട് വർക്ക് ചെയ്യുന്നു. ബാസ്റ്റിൻ റോഡിലുള്ള സാന്റാക്രൂസ് ബസിലിക്കയാണ് അടുത്ത ലക്ഷ്യം. പോകുന്ന വഴി സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ കാണാം. തൊട്ടടുത്ത് തന്നെ അവരുടെ കോൺവെൻറ്റുമുണ്ട്. ഫോർട്ട് ഇമ്മാനുവലിന് ശേഷം പോർച്ചുഗീസുകാർ നിർമ്മിച്ചിട്ടുള്ളതാണ് സാന്റാക്രൂസ് ബസിലിക്ക. 1558 ഇത് കത്തീഡ്രലായി ഉയർത്തപ്പെട്ടു. 1795 ഇത് ബ്രിട്ടീഷുകാരുടെ കൈകളിൽ വന്നു. അവർ ആ പള്ളി തകർത്ത് കളഞ്ഞു. 100 വർഷങ്ങൾക്ക് ശേഷം 1887 അവിടെ പുതിയൊരു പള്ളി പണിതു. അതാണ് ഇപ്പോൾ ഉള്ളത്. 1984 അതൊരു ബസിലിക്കയായിട്ട് ജോൺ പോൾ മാർപ്പാപ്പ ഉയർത്തി. പള്ളിയുടെ തൊട്ടടുത്ത് പഴയ പള്ളിയുടെ ഭാഗമായിരുന്ന ഒരു തൂണ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ. ബാസ്റ്റൺ റോഡിലൂടെ തന്നെ തെക്കോട്ട് നടക്കുക. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിന് തൊട്ട് പിന്നിലായിട്ട് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ തറവാട് കാണാം. ഇതാണ് ആ വീട്. ഇപ്പോൾ ഇതൊരു ഹോട്ടലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചയാണിത്. അവിടെ ഒരു പഴയൊരു വെസ്പയുടെ സ്കൂട്ടറൊക്കെ വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ മാവ് അദ്ദേഹത്തിൻ്റെ മാതാവ് നട്ടതാണെന്നാണ് പറയുന്നത്. ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ.